തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്താനുള്ള LDF യോഗം ആരംഭിച്ചു. എല്ലാ പാർട്ടികളും സ്വന്തം നിലയ്ക്ക് നടത്തിയ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുന്നണി ചർച്ച ചെയ്യുക. അതേസമയം യോഗത്തിൽ ആന്റണി രാജു എത്തിയില്ല. തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിനെ കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. വിജിൻ വായാന്തോടുണ്ട് വിവരങ്ങൾ നൽകാൻ. വിജിൻ, നേരത്തെ LDF യോഗം ചേർന്നിരുന്നു. അന്ന് തീരുമാനിച്ചത് എല്ലാ പാർട്ടികളും അവരുടേതായ രീതിയിലുള്ള അവലോകനങ്ങൾ നടത്തട്ടെ. ആ അവലോകനങ്ങൾ സമാഹരിച്ചുകൊണ്ട് LDF വീണ്ടും യോഗം ചേരും, എന്നിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താം എന്നുള്ളതാണ്. ഇവിടെ CPIക്ക് ഒരു നിലപാടും CPMന് വേറെ നിലപാടും ആകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ LDF യോഗത്തിൽ അത് ആശയ സംഘട്ടനത്തിന് കാരണമാകുമോ? നൗഫൽ, എന്തായാലും LDF യോഗം ആരംഭിച്ചിട്ടുണ്ട്. നൗഫൽ സൂചിപ്പിച്ചതുപോലെ, അതായത് എല്ലാ ഘടകകക്ഷികളും ആദ്യം അവരുടേതായുള്ള വിലയിരുത്തൽ നടത്തി അതിനുശേഷം വിശാലമായ ചർച്ചയിലേക്ക് കടക്കാമെന്നാണ് കഴിഞ്ഞ മാസം ചേർന്ന LDF യോഗത്തിൽ തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായി എല്ലാ പാർട്ടികളും അവരുടേതായ നിലയിൽ ഉള്ള ഒരു അവലോകനം, എല്ലാ വിശകലനങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ LDF യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ LDF യോഗത്തിൽ വിശദമായ ചർച്ചകൾ തന്നെ ഉണ്ടാകും. ഒപ്പം തന്നെ പരാജയത്തിനപ്പുറം ഇനി ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതൊക്കെ തരത്തിൽ തയ്യാറാകാം എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചയാണ് നടക്കുക. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ LDF തീരുമാനിച്ച 3 ജാഥകളുണ്ട്. അത് ഒന്ന് തെക്കൻ മേഖലാ ജാഥയും, ഒന്ന് വടക്കൻ മേഖലാ ജാഥയും, മറ്റൊന്ന് മധ്യ കേരളത്തിലുമാണ്. ഒന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും, ഒന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും, മറ്റൊന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയും നയിക്കുന്ന 3 ജാഥകളാണ് നടത്താൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അക്കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചകളുണ്ടാകും. ആരൊക്കെ ഈ ജാഥയിൽ പങ്കെടുക്കണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചയാണ് ഉയരാൻ സാധ്യത. എന്തായാലും നൗഫൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPMഉം CPIയും മറ്റ് ഘടകകക്ഷികളും ഇക്കാര്യത്തിലുള്ള വിലയിരുത്തൽ പല വിധത്തിലാണ് നടത്തിയിട്ടുള്ളത്. CPM സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭരണപരാജയം ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തലും CPM നടത്തിയിരുന്നു. എന്നാൽ CPI നടത്തിയിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇക്കാര്യത്തിൽ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. ഒപ്പം വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശങ്ങൾ ഉൾപ്പെടെ അത് ന്യായീകരിക്കാൻ പോയത് എല്ലാം തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് CPIയുടെ വിലയിരുത്തൽ. CPIയും ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ചേരുന്ന LDF യോഗമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ വിശദമായ ചർച്ച ഈ വിഷയത്തിൽ വിവിധ പാർട്ടികൾ നടത്തിയ വിശകലനങ്ങൾ, ആ വിശകലനങ്ങൾ ഓരോ പാർട്ടികളും അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന തിരിച്ചടിക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പൂർണ്ണമായും LDF എത്തുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മന്ത്രിമാരെ എല്ലാം വിളിച്ച് മണിക്കൂറുകളോളം ചർച്ച നടത്തുകയും 110 എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF എത്തണം എന്നുള്ള കാര്യം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് 3 മണിക്കൂർ നീണ്ട വിശദമായ ചർച്ച. ഒരുപക്ഷെ അത് വളരെ പോസിറ്റീവായി ആ കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകേണ്ടത്, കഴിഞ്ഞ കാര്യങ്ങൾ ഇനി അധികം ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് LDFന്റെ യോഗം ഇന്ന് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? തീർച്ചയായും നൗഫൽ, അതായത് തോൽവിയുടെ വിലയിരുത്തൽ അത് എല്ലാ പാർട്ടികളും നടത്തിയത് ഈ യോഗത്തിൽ അവതരിപ്പിക്കും. അതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും തയ്യാറാവുക, അതിലേക്ക് ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണം, ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ മറികടക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എന്നുള്ളതായിരിക്കും പ്രധാനമായും LDF യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും നൗഫൽ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ശേഷമാണ് മന്ത്രിമാരോട് വീണ്ടും വൈകിട്ട് ഒരു യോഗം ചേരണം എന്നാവശ്യപ്പെട്ട് മന്ത്രിമാരെ ഉൾപ്പെടെ വിളിച്ചിരുത്തിയ ശേഷം വിശദമായ ഒരു ഡാറ്റ ഉൾപ്പെടെ എടുത്താണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മന്ത്രിമാർ മുന്നിൽ അവതരിപ്പിച്ചത്. അക്കാര്യത്തിലൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ സമാനമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. കഴിഞ്ഞതിലും കൂടുതൽ സീറ്റ് നേടണം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മന്ത്രിമാരോട് പറഞ്ഞത്. അതിന് ചെയ്യേണ്ട എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, ഏതൊക്കെ തരങ്ങളിൽ മന്ത്രിമാർ ഇടപെടണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്. ഇതിലാണ് 110 സീറ്റ് എന്ന നമ്പറിലേക്ക് എത്താനുള്ള ഒരു നീക്കമാണ്, ഒരു ഇടപെടലാണ് നടത്തേണ്ടത് എന്ന കാര്യം മുഖ്യമന്ത്രി ആ യോഗത്തിൽ അവതരിപ്പിച്ചത്. എന്തായാലും അക്കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ LDF യോഗത്തിലും ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. അതായത് മുഖ്യമന്ത്രി തയ്യാറാക്കിയ വിശദമായ ഒരു മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ അത് ഉൾപ്പെടെ LDF യോഗത്തിൽ വെക്കും. അതിൽ LDF ഘടകകക്ഷികളുടെ നിലപാട് കൂടി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും പൂർണ്ണമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജി പയറ്റണം, ഒപ്പം തന്നെ സാമുദായിക സംഘടനകൾ, മതസംഘടനകൾ ഉൾപ്പെടെയുള്ളവരുമായി ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ നടത്തണം, അവരുമായുള്ള ഇപ്പോഴത്തെ തർക്കം, ഒപ്പം തന്നെ സൗഹൃദം, അതൊക്കെ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ LDF യോഗത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 110 എന്ന മാന്ത്രിക നമ്പറിലേക്ക് എത്താൻ ഏതൊക്കെ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം, നിലവിൽ തന്നെ ക്ഷേമ പദ്ധതികൾ ഒക്കെ നടത്തുന്നുണ്ട്, ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളും സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും വിജയിച്ചില്ല. അത് തിരിച്ചടിക്ക് ഒരു ആക്കം കുറച്ചു എന്ന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്